ശ്രീ ഷാജി രാഘവൻ, അതായത് ഈ കഴിഞ്ഞ മാസം നടന്ന ഒരു സർക്കാർ തല യോഗത്തിൽ ഒരു വകുപ്പ് സെക്രട്ടറി പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ പോലും ആ പദ്ധതി ഭരണാനുമതി കിട്ടി, സാങ്കേതിക അനുമതി കിട്ടി, മറ്റനുമതികളൊക്കെ കിട്ടി തുടങ്ങുന്നത് ഒരു വർഷമെങ്കിലും വൈകിയാണ് എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നു, മറ്റു സംസ്ഥാനങ്ങൾ പലതും പദ്ധതിയെ സമീപിക്കുന്നത് പോലും ഈ അനുമതിയൊക്കെ ഏകദേശം ഉറപ്പാക്കി വെച്ച ശേഷമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പദ്ധതി പ്രഖ്യാപനം വന്നാൽ 1-2 മാസത്തിനുള്ളിൽ ആ പദ്ധതിയിലേക്ക് കടക്കാൻ പറ്റുന്നു, അത് നടപ്പാക്കുന്നതിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നാണ്. നോക്കൂ, ഇവിടെ ഇപ്പോഴും ഇടതു പ്രതിനിധി ആശിക്കുന്നത് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോട് പറയുന്നത്, പ്ലാൻ ബി എങ്കിൽ പ്ലാൻ ബി, ഞങ്ങൾ അതിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു, പദ്ധതികൾ ഏതാണ് ഇവിടെ മുടങ്ങിയത്, ഏത് ആനുകൂല്യമാണ് മുടങ്ങിയത് എന്ന ചോദ്യമാണ്. അതൊരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണമാണ്, അക്കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീ ഷാജി രാഘവൻ, കേന്ദ്ര അവഗണന ഒരു വശത്തുണ്ട് എന്ന് പറയുമ്പോഴും മറ്റൊരു വഴിയിലൂടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നവർ പറയുമ്പോൾ അത് വെറും പറച്ചിൽ മാത്രമാണോ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് മറുപടി? അല്ല, കേരളം സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ നല്ല ട്രാക്കിലേക്ക് കയറുന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നു, കേരളത്തിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നു പറഞ്ഞാൽ ഇത് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും എൻ്റെ പഞ്ചായത്തിലുള്ളവരെയും എൻ്റെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്നതല്ലേ. അതുകൊണ്ട് കേരളം നല്ല രീതിയിൽ പോകണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ വരുന്നൊരു സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത് കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്തിൻ്റെ കുറവാണെന്നാണ് ഒരു ചോദ്യം. ഒരു കാര്യം മാഡം പറഞ്ഞത് ശരിയാണ്. എന്തെന്നറിയോ, സർക്കാർ ആൾക്കാരുടെ പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അവരെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിലെ സർവീസ് സംഘടനകളുടെ മുമ്പിൽ ഗവൺമെൻറ്റിന് അങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മാഡം, നിങ്ങൾ മനസ്സിലാക്കണം, നെല്ലിൻ്റെ വില സംസ്ഥാന വിഹിതം അത് 2020-21 കാലയളവിൽ കേരളത്തിൻ്റെ വിഹിതം 8 രൂപ 80 പൈസയായിരുന്നു. ഇന്നിപ്പോൾ അത് 5 രൂപ 26 പൈസയായിട്ട് കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ 4 രൂപയോളമാണ് കുറച്ചിരിക്കുന്നത്. പാവപ്പെട്ട കർഷകൻ്റെ നെല്ലിൻ്റെ താങ്ങുവിലയിൽ നിങ്ങൾ കുറച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് 2020-21 18 രൂപ 15 പൈസയിൽ നിന്ന് 23 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കുറവ് വരുത്തിയിട്ടില്ലേ? കാർഷിക മേഖലയ്ക്ക് കുറവ് വരുത്തിയ ഗവൺമെൻറ്റല്ലേ ജനങ്ങളുടെ പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗവൺമെൻറ്. മാത്രമോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗവൺമെൻറ് തന്നെയല്ലേ പറഞ്ഞത്, ഏതാണ്ട് 50% കാർഷിക മേഖലയ്ക്ക്, ഞാനിത് മുമ്പ് സൂചിപ്പിച്ചു, 50% കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരുന്ന ബഡ്ജറ്റ് തുക വെട്ടിക്കുറച്ചു. അപ്പോൾ കാർഷിക മേഖലയോടുള്ള സമീപനം ഇതാണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിലാണ് കേരളത്തിൽ പ്രതിസന്ധി ഇല്ലാത്തത്? പാവപ്പെട്ടവൻ്റെ സാമൂഹ്യ പെൻഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? റേഷൻ കടയിൽ അരിയുണ്ടോ? ഇപ്പോൾ അരിയുണ്ടോ? ഇല്ലല്ലോ. അരി കൊടുക്കുന്നുണ്ടോ? പ്രശ്നമല്ലേ അവിടെ? അപ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിലെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഈ അധികാരം തുടരാൻ ഇനി മൂന്നാമതൊരു ഭരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണല്ലോ. ഒരു കാരണവശാലും അതിനുള്ള ശ്രമം പോലും നിങ്ങൾക്ക് നടത്താനുള്ള അർഹത ഈ കേരളത്തിലില്ല. കാരണം ഒരു ഭാഗത്ത് നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞ് 24,000 കോടി കേന്ദ്രത്തോട് സ്പെഷ്യൽ പാക്കേജ് ചോദിക്കുകയും, മറുഭാഗത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ശുഭകരമായി കേരളത്തിൽ നടന്നു പോകുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആ ഒരു വൈരുദ്ധ്യാത്മികമായിട്ടുള്ള ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സൂചിപ്പിച്ചത്. അതിനെ നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് ആണ് ബഡ്ജറ്റിനെ സമീപിക്കുന്നതെങ്കിൽ സമീപിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ പദ്ധതി പ്രഖ്യാപനത്തിനപ്പുറത്ത് പദ്ധതി നടത്തിപ്പിൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടാവാൻ പോകുന്നില്ല. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ടവനായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ CPIയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതാണ് നേരത്തെ എൻ്റെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു. സംസ്ഥാന ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കേണ്ട അനാവശ്യ ചെലവുകൾ, ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഗവൺമെൻറ്റിന് ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടോ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പോലും ഞാൻ പത്രത്തിൽ വായിച്ചത് 2,70,00,000 രൂപ വരുന്ന അധിക ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് ഇന്നലെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് PA കൊടുക്കാൻ പോവുക, മുനിസിപ്പാലിറ്റി ചെയർമാൻമാർക്ക് PA കൊടുക്കുക, ഒരു തെറ്റുമില്ല കൊടുക്കുന്നതിന്. പക്ഷേ നിലവിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ ഫണ്ട് സംരക്ഷിക്കാൻ സാധിക്കും.
എന്താണ് ഈ അനാവശ്യ ചെലവെന്ന് നമ്മുടെ നീതി ആയോഗ് പറഞ്ഞത്? നീതി ആയോഗ് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു. മാഡം കറക്റ്റാണ്. നീതി ആയോഗ് പറഞ്ഞില്ലെങ്കിൽ കൂടിയും പാർലമെൻറ്റിൽ സമർപ്പിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവേ റിപ്പോർട്ടുണ്ട്, എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേരളം ചില കാര്യങ്ങളിൽ, ഇപ്പോൾ പാർപ്പിട മേഖല, ശുചിത്വത്തിൻ്റെ മേഖല, ഇലക്ട്രിഫിക്കേഷൻ്റെ മേഖല, അവിടെയൊക്കെ കേരളം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവേ റിപ്പോർട്ടിൽ പോലും കേരളം ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി പറയാനും ശ്ലാഘിക്കാനും ഒരു മടിയുമില്ല. കാരണം എല്ലാവരെയും സ്പർശിക്കുന്ന, എല്ലാവർക്കും വേണ്ടിയിട്ട് വികസനം കാംക്ഷിക്കുന്ന, ഇന്നലെ പ്രധാനമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സബ്കേ സാത്താണ്, സബ്കാ വികാസാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. കേരളത്തിൻ്റെ നല്ല കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഈ അനാവശ്യ ചെലവ് എന്ന് പറയുന്ന വലിയ ഒരു ഏരിയ ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് വളരെ ഗൗരവമായിട്ട് കേരളം എടുക്കാതെ അതിന് പകരം ഒരു ഭാഗത്ത് കേരളം വളരെ സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണെന്ന് പറയുകയും മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്താ പറയുക, അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് രണ്ട് മുന്നണികളും ഈ തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് വലിയ വൈരുദ്ധ്യാത്മക ഇതിനകത്തുണ്ട്. ഒരു യാഥാർത്ഥ്യമുണ്ട്, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് കാർഷിക ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബഡ്ജറ്റ് കേരളത്തിന് വെട്ടിക്കുറക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്നത്തെ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരന് കൊടുക്കേണ്ട നികുതി വർധനവിലൂടെ റവന്യൂ കണ്ടെത്തുന്നതിന് പകരം ഈ ബഡ്ജറ്റിലെങ്കിലും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് അനാവശ്യമായിട്ടുള്ള നികുതി അല്ലെങ്കിൽ അനാവശ്യമായ ചെലവുകൾ കുറച്ചുകൊണ്ട്, അനാവശ്യമായ ചെലവുകളുടെ ഏരിയ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുറച്ചുകൊണ്ട് സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനം എടുക്കണം. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി പോലുള്ളവയുടെ പ്രവർത്തനം ഇന്ന് നമ്മുടെ സംസ്ഥാനം സമീപ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കിഫ്ബിയുടെ പ്രവർത്തനം. അതിനകത്ത് സംശയം വേണ്ട. അതിലെ അപ്പോയിൻമെൻ്റ് ഉൾപ്പെടെ അതിലൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലാണ്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അവർക്ക് വെക്കാൻ പോകുന്ന പി എമാർ കോൺട്രാക്ട് ബേസിലാണ്. ഈ കോൺട്രാക്ട് ബേസിൽ പോകുന്ന പി എമാരൊക്കെ 4-5 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം അവരൊക്കെ സ്ഥിരപ്പെടുത്താൻ പോകുന്നവരാണ്. ഇന്ന് കിഫ്ബിയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ ഡെപ്യൂട്ടേഷനിൽ. ഒരു സമാന്തര ഗവൺമെൻറ്റായിട്ട് കിഫ്ബി കേരളത്തിൽ പ്രവർത്തിക്കുക. സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടിലെ പൈസ അങ്ങോട്ട് വകമാറ്റിക്കൊണ്ട് കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഒരു ഏജൻസി അവിടെ ഇരിക്കുകയാണ്. PWD ഇന്ന് റോഡ് പണിതാൽ ആ റോഡ് പണിയുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഉണ്ട് അതിൻ്റെ നടത്തിപ്പിൽ. ഇന്ന് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഡർ പോലും വിളിക്കുന്നില്ല. വയനാടിൻ്റെ കാര്യം സൂചിപ്പിച്ചു. വയനാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ഏജൻസിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പേര് കിസ്കോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പുതിയ ഏജൻസി ഉണ്ട്. അവരൊക്കെ തന്നെ ഈ പദ്ധതികൾ ഈ തുക ചെലവഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ഇതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല. ഇവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള അഴിമതിയുണ്ട്. അപ്പം നമ്മൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള അഴിമതി, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫണ്ടിൻ്റെ വിനിയോഗം ഇതൊക്കെ ഉറപ്പാക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ക്ഷമിക്കണം, ഡോക്ടർ റോണി സാർ ഒരു കാര്യം വേറൊരു കാര്യം സൂചിപ്പിച്ചെന്താ, CPIയുടെ പ്രതിനിധി സൂചിപ്പിച്ചു. CPIയുടെ പ്രതിനിധി അതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യം പറഞ്ഞു. അതായത് സംസ്ഥാനം മാത്രമല്ല കേന്ദ്രം ഫണ്ട് യൂട്ടിലൈസേഷൻ്റെ തോത് കുറവാണെന്നാണ് പറയുന്നത്. സാറ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുക? കേന്ദ്രം മാത്രമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല. CPIയുടെ പ്രതിനിധി പറഞ്ഞു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതിക്കാണ് കേന്ദ്രം ഫണ്ട് വകമാറ്റുന്നത്. അപ്പോൾ കേന്ദ്ര ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ, ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ യൂട്ടിലൈസേഷൻ കേന്ദ്രത്തിൻ്റെ അത് 100% ആകണമെങ്കിൽ അതാത് സംസ്ഥാനം, ഇപ്പം നമ്മുടെ കേരളം തന്നെ എടുക്കൂ, ജൽജീവൻ പദ്ധതിയുണ്ട്, എഴഞ്ഞു നീങ്ങുകയല്ലേ കേരളത്തിൽ. അപ്പോൾ കേന്ദ്രത്തിൽ ജൽജീവൻ പദ്ധതിയുടെ തുക അതിൻ്റെ യൂട്ടിലൈസേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു പങ്കുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ഒരേപോലെ കൈകോർത്താൽ മാത്രമേ കേന്ദ്ര ബജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകയുടെ പൂർണ്ണമായിട്ടുള്ള യൂട്ടിലൈസേഷൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ മാത്രം കുറ്റമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരുതരം രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തില്ല. CPIയുടെ പ്രതിനിധി വളരെ കൃത്യമായിട്ട് പല കാര്യവും പറഞ്ഞു. അതായത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒരു വിഹിതം അതിനകത്തുണ്ടാവണം. അതിപ്പോൾ നമ്മുടെ പാർപ്പിട പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ആയാലും ജലജീവൻ പദ്ധതി ആയാലും അമൃത് മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിൻ്റെ അമൃത് പദ്ധതി ആയാലും ഇതിലൊക്കെ സംസ്ഥാന വിഹിതമുണ്ട്. ഈ സംസ്ഥാന വിഹിതം കൊടുക്കാൻ ചില സംസ്ഥാനങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് കേന്ദ്രത്തിൻ്റെ യൂട്ടിലൈസേഷനെ ബാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ നമ്മൾ ബഡ്ജറ്റ് അവലോകന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയാൽ നമ്മൾ ഈ പരസ്പരം വിമർശനം എന്നുള്ളതിനപ്പുറം ഒരു ഭാഗത്ത് വിമർശിക്കും. ഇവിടെ ചർച്ചയിൽ ആദ്യം ആരോ സൂചിപ്പിച്ചാൽ ഒരു സിനിമയിൽ നമ്മുടെ അന്തരിച്ച ഒരു പ്രധാനപ്പെട്ട സിനിമാ നടൻ നെടുമുടി വേണു, അദ്ദേഹം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ, അദ്ദേഹം അത്ര സുഖമുള്ള ആളല്ല, മാനസിക പ്രശ്നമുള്ള ആളാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എപ്പോഴും പറയും എനിക്കിവിടെ ഒന്നും കിട്ടുന്നില്ല, ആരും എനിക്കൊന്നും തരുന്നില്ല എന്ന് പറയും.